ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. വീഡിയോ എന്ന് വെച്ചെങ്കിൽ ഇന്നത്തെ എൻ്റെ ഒരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം കുറേ ദിവസമായി എല്ലാവരും എന്നോട് പറഞ്ഞു എന്താ ഡേ മൈ ലൈഫ് വീഡിയോ ഇടാത്തതെന്ന്. അപ്പോൾ അങ്ങനെ ഇന്ന് ഒരു ഡേ മൈ ലൈഫ് വീഡിയോ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ രാവിലെ ചെയ്യലെൻ്റെ പണി എന്ന് വെച്ചെങ്കിൽ രാവിലെ ഇന്നലെ രാത്രി കിടക്കുന്ന സമയത്ത് ഞാൻ 2-3 പാത്രം അവിടെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കവാണ്ട് വെച്ചെങ്കിൽ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, കയറ്റ് വെച്ചിട്ടുണ്ടായ വെള്ളം. അപ്പോൾ അതെല്ലാം ഒന്ന് ഞാൻ വേസ്റ്റ് തെങ്ങ് തേക്കാത്ത വായക്കെല്ലാം കൂട്ടാഴ്ച അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പാത്രം കവാണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് വെള്ളമെല്ലാം കൊണ്ടിട്ട് കൂട്ടിയതിന് ശേഷം ഞാൻ പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഇത് നട്ടതൊന്നുമല്ല കേട്ടോ, ഇത് അവിടെ ഇങ്ങനെ വെച്ചിട്ട് മുളച്ചിട്ടായിട്ട് ഒരു 3-4 കൊയക്ക പൊടിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, നല്ല അടിപൊളി കൊയക്കവേ, കോവയ്ക്ക അങ്ങനെയല്ല പറയല്, നമ്മൾ കാസർഗോട്ടവിടെ കൊയക്കെന്ന് പറയലേനെ. അങ്ങനെ കൊയക്കേൻ്റെ തൈര് പൊടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4-5 ഉണ്ടായിരുന്നു പൊടിച്ചിട്ട്. ഇതിന് മുന്നേ നമുക്കൊരു 4-5 കിട്ടീന്. നമുക്കൊരു 5-6 ഉണ്ടെങ്കിൽ ഒരു കറക്കി മതിയാവും. അപ്പോൾ അങ്ങനെ ഞാൻ കൊയക്കെല്ലാം പറിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നവേ. കൊയക്ക എന്ന് വെച്ചാൽ കറി നല്ല ടേസ്റ്റ് ഉണ്ടാകും, നമ്മളതിന് പഠിച്ച കൊയക്ക നല്ല ടേസ്റ്റ് ഉണ്ടാകും. അങ്ങനെ ഞാനൊന്ന് പുറത്തെല്ലാം പോയിട്ട് നോക്കി. എന്താ വെച്ചെങ്കിൽ സ്കൂള് മദ്രസ ഒന്നും ഇല്ലായിരിക്കുമ്പോൾ ഇങ്ങനെ പുറത്തെല്ലാം പോയിട്ട് നോക്കാൻ ടൈം കിട്ടുന്നത്. അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ രാവിലെ എണീച്ച് ചായ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുത്ത് പിന്നെ വെയിലായെങ്കിൽ പുറത്തിറങ്ങാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ അതേ ഒരു പണിയിലുണ്ടായിരുന്നു. അങ്ങനെ പല്ല തേച്ചിട്ട് വന്നിട്ട് ഞാൻ ചായ വെച്ചിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തിരുന്നിട്ടുണ്ടായിരുന്നു. പുറത്തിരുന്നിട്ടുണ്ടായിരുന്നു സിറ്റ് ഔട്ടിൽ സ്റ്റെപ്പിൽ ഇരുന്നിട്ട് അധികം ചായ കുടിക്കൽ. ഉള്ളിൽ നിന്നിട്ട് കുടിക്കുമ്പോൾ ഒരു ചേലാന്നില്ല. അങ്ങനെ ഞാൻ പുറത്ത് പോയിട്ട് ഇതിൻ്റെ കുടിക്കാമെന്ന് വിചാരിച്ചു. ചിപ്സും കൂട്ടിയിട്ട് ചായ കുടിക്കുന്നവ. രാവിലെ വെച്ചാൽ കുറേ രാവിലെ നല്ല സമയം 8-9 മണി 8-8:30 മണി ആയിട്ടുണ്ടാവും ഏകദേശം. എന്ന് വെച്ചെങ്കിൽ സ്കൂളും മദ്രസൊന്നും ഇല്ലല്ലോ. അങ്ങനെ കുറച്ചടയെ കിടന്നിട്ട് ഉറങ്ങി നിസ്കരിച്ചിട്ട് കുറച്ചടയെ കിടന്നിട്ട് ഉറങ്ങിയിട്ട് എണിച്ചിട്ട് ചായ വെച്ചിട്ട് ഫസ്റ്റ് തന്നെ എണിച്ചാൽ ചായ വെച്ചിട്ട് കുടിക്കാമെന്ന് വെച്ച് ബാക്കി പണിയെല്ലാം ബയ്യ എടുക്കാമെന്ന് വെച്ച്. അങ്ങനെ ഇതാ കുറച്ച് പാത്രം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ പാത്രം കവാൻ വേണ്ടിയിട്ട് ഞാൻ ചായയും കുടിച്ചിട്ടായിട്ട് ബാക്കി എല്ലാ പാത്രം ഇപ്പോൾ രാവിലത്തെ പാത്രമേ ഒരു 2 കുറച്ച് വെള്ളം കൊള്ളുന്ന പോലത്തെ പാത്രം ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിട്ട്. അത് വെറുതെ വെള്ളം മറിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തെങ്ങ് തേക്ക് ബാക്കെല്ലാം കൂട്ടാലിട്ട് അങ്ങനെ വെച്ചാൽ ഭയങ്കര വെയിലല്ലേ, അപ്പോൾ നമുക്ക് വേസ്റ്റിലേക്ക് വെറുതെ പോകണ്ടല്ലോ എന്നിട്ട് അങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കയറ്റ് ക്ലീൻ ആക്കിയിട്ട് വെക്കുന്നതാണ്. സ്കൂളും മദ്രസൊന്നും ഇല്ലായിരിക്കുമ്പോൾ എല്ലാം ക്ലീൻ ആക്കിയിട്ടായിട്ട് അപ്പം ചൂടാൻ ചായ വെക്കാനുള്ള നല്ലൊരു പാങ്ങ് തന്നെ. അപ്പോൾ എല്ലാം പാത്രമെല്ലാം കയറ്റ് സീറ്റെല്ലാം തോർത്തിട്ട് അപ്പം ചൂടാമെന്ന് വിചാരിച്ച്. അപ്പോൾ അപ്പം ചൂടാനും നല്ല പാങ്ങുണ്ടാവും, കച്ചലായിട്ടുണ്ടാവില്ല. അപ്പം ചൂടാൻ ചായ വെക്കാനൊന്നും ചേലുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എല്ലാം ക്ലീൻ ആക്കിയിട്ട് ഞാൻ ചായ വെക്കാമെന്ന് വിചാരിച്ച്. ഫുള്ള് വെച്ചെങ്കിൽ ഒന്നാമത് വേണമെങ്കിൽ പോയിട്ട് പന്നിട്ട് ബെനായിട്ടാകുമ്പോൾ എല്ലാം ബെനിയാണ്, എല്ലാ പണിയെടുക്കാനും ബെനിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൗണ്ടർ ടോപ്പും ഗ്യാസും മാത്രം കയറ്റിയിട്ട് ഞാനങ്ങനെ കിടന്നിട്ട് ഉറങ്ങിയതാണ്. രാവിലെ ബാക്കി എല്ലാ ക്ലീനിങ്ങെല്ലാം രാവിലെ നല്ല പങ്ങല ക്ലീനാക്കി. അപ്പോൾ എൻ്റെ ബാക്കി വീഡിയോസെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടായില്ലേ, അപ്പം ചുടുന്ന അച്ചാർ ഉണ്ടാക്കുന്ന കൊടുക്കുന്ന വീഡിയോസെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലേ, എല്ലാം കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ കറിയൊന്നും ഉണ്ടായിട്ട് അപ്പോൾ ചിക്കൻ തന്നെ കറി വെക്കാമെന്ന് വെച്ച്, അപ്പം ചുടുന്നാട്ട് പിന്നെ ചിക്കൻ കറി വെക്കാമെന്ന് വെച്ച് ഞാൻ ചിക്കൻ കറി വെക്കുന്ന പേര് കുറച്ച് കോയിൻ്റെ മഞ്ഞത്തണ്ണി എന്ന് പറഞ്ഞു, നമ്മൾ കാസർഗോട്ടാറ് കോയിൻ്റെ മഞ്ഞത്തണ്ണി. അപ്പോൾ അപ്പത്തിന് നല്ല ടേസ്റ്റ് അല്ലേ. അങ്ങനെ ദോശൻ്റെ പുട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ഓൾറെഡി. അപ്പോൾ ഞാൻ അപ്പം ചുട്ടിട്ടാ നീല മദ്രസിൽ പോയിട്ടുണ്ട്, നയാജ് ഉറങ്ങിയിട്ട് എണിച്ചിട്ടാ. അപ്പോൾ ആ സമയം കൊണ്ട് ചിക്കൻ കറി വെക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ചിക്കൻ കറി വെക്കുന്നതാണ്. പിന്നെ കുറേ മസാലപ്പൊടിയൊന്നും ചേർക്കാത്തൊരു ചിക്കൻ കറി വേ. ഞാൻ ചിക്കൻ കറി വെക്കൽ എങ്ങനെയാണ്, നിങ്ങളെങ്ങനെ ചിക്കൻ കറി വെക്കുന്നത് എന്നോടൊന്ന് കമൻറ്റ് ചെയ്യണവേ. ഞാൻ ഈരുള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത് മാത്രം ഇട്ടിട്ട് പിന്നെ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി അത്ര മാത്രമേ ഇടുള്ളൂ, മസാലപ്പൊടികളൊന്നും ചേർക്കല്ലവേ. എനിക്കങ്ങനെ ചിക്കൻ കറി വെക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ എൻ്റെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിനവേ. ചിക്കൻ ഇട്ടതിന് ശേഷം അതിലേക്ക് വെള്ളം കൂട്ടിയിട്ട് ചെറിയ തീയിൽ ഞാൻ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ മുന്തിരി ഗ്രേപ്പില്ല കറുത്ത മുന്തിരി അത് കണ്ടത് കുറേ ആയവ കൊടുന്നിട്ട് അത് തൊട്ടിട്ടേ ഉണ്ടായിട്ട് അടയെ വെച്ചിട്ട് മറന്നു പോയിന്. അതിൻ്റെ കൊലയെന്നെല്ലാം എളീറ്റ് വന്നിട്ടുണ്ടായി. അതെല്ലാം കയറ്റ് ക്ലീൻ ആക്കിയിട്ട് തിളപ്പിക്കാൻ വെക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ അതിൻ്റെ ഇടയിൽ എൻ്റെ ചിക്കൻ കറി റെഡി ആയിനവേ. അങ്ങനെ ഇത് ഞാൻ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കറുത്ത മുന്തിരി തിളപ്പിച്ചിട്ട് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. ഇപ്പോൾ സമയം 9:30 ഒരു 10 മണി ഏകദേശം ആയിട്ടുണ്ടാവുക. അപ്പോൾ ചായ അപ്പം ചൂട്ടിട്ടാവേനെ ചായ കുടിച്ചിട്ട് ഇങ്ങനെ മെഷീനിൽ തുണി അലക്കുക അങ്ങനത്തെ എന്തെല്ലാം പണിയെടുക്കുക അടിച്ചിട്ട് തോർത്ത് ആ പണിയെല്ലാം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നീല മദ്രസ വരുമ്പോഴേക്ക് അപ്പം ചൂടാ പക്ഷെ ഞാൻ വെറും ചായ കുടിച്ചെങ്കിൽ എനിക്ക് പിന്നെ വയ്യ ചായ മതി. അങ്ങനെ മെഷീനിൽ തുണി ഇട്ടിട്ട് ഞാൻ അതിന് ഒരാഴ്ച മുന്നേ ഇട്ട തുണിയാവും ഇതല്ലോ, ഇത് എടുക്കാൻ സമയം കിട്ടുന്നില്ല. മുകളിൽ ഒരിക്കൽ ഇട്ടെങ്കിലേ രണ്ടാമത് തുണി ആറിയിടാൻ പോകുമ്പോൾ ഇത് മടക്കിയിട്ട് വെക്കൽ. അങ്ങനെ മെഷീനിൽ തുണി ഇട്ടിട്ട് നേരെ മുകളിലേക്ക് പോയവ. മുന്നേത്തെ തുണിയെല്ലാം മടക്കി വെച്ചെങ്കിലേ രണ്ടാമത്തെ തുണി അവിടെ ഇടാൻ കഴിയും. ഇത് ഇങ്ങനത്തെയാണ് എടുത്ത സംഭവം. ഇടയ്ക്കിടയ്ക്കല്ലേ ഞാൻ പുറത്ത് വാർത്തിടലുണ്ട്,
പിന്നെ ഈ ചെറുതെല്ലാം പുറത്തടുത്തിട്ടെങ്കിൽ വീണെങ്കിൽ അതെനിക്കൊരു ശരിയാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മീ തന്നെ അറുത്തിട്ടെങ്കിൽ അലമ്പില്ലാലോ ഓർത്ത് ഞാൻ മീത്ത കൊണ്ടിട്ട് ഇടലാണ്. അങ്ങനെ നെയ്ല മദ്രസിന് വന്നിനവേ വരുന്നിട്ട് ഞാൻ ദോശ ചൂടാൻ വേണ്ടിയിട്ട് 2-3 ദോശ ഇരിക്കും ചൂടോടെ തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് അമ്മ ചുട്ടിനവേ. അങ്ങനെ ഏകദേശം ഒരു 12 മണി ഏകദേശം പണിയെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ ഉമ്മ ഉപ്പാവും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു മാസമായി ഇവിടെ ഇല്ലാതെ അങ്ങനെ അവർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നെയ്യാസ് ആ സമയത്താണ് എണിച്ചത്. അത്ര സമയം എണിച്ചിട്ടുണ്ടായിരുന്നു, ഉറങ്ങുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ല സന്തോഷമായി അവർ വന്നത്. അങ്ങനെ ഓറ് വന്നിട്ട് ഞാൻ ചായയും കൂടി വെച്ച് ഓറ് വന്നിട്ട് ഒന്നിച്ചെന്നെ ചായ കുടിക്കാൻ ഇരിക്കാറിട്ട് ചായയും വെക്കാൻ നോക്കുമ്പോൾ ചായപ്പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായപ്പൊടിയും പൊട്ടിച്ചിട്ട് വെച്ച് ചായ വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ചായ കുടിച്ചവേ. ചായ കുടിച്ചിട്ട് ഞാൻ രാവിലെ എണിച്ചിട്ട് വന്നല്ലാണ്ട് റൂമിലേക്ക് പോയിട്ടേ ഉണ്ടായിട്ട് നയാസ് ഉറങ്ങുന്നതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയിട്ടേ ഉണ്ടായിട്ട്. അങ്ങനെ റൂമിലേക്ക് പോകുമ്പോൾ ഫുള്ള് ബെഡ്ഷീറ്റെല്ലാം അടിയിട്ടിട്ടും കച്ചറാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൊട്ടിപ്പിരിച്ചിട്ട് ക്ലീനാക്കാലിട്ട് പോയതാണ്. പിന്നെ ബ്ലാങ്കറ്റ് പറഞ്ഞ് ഞങ്ങൾ 3 ആളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 3 ആൾക്കും ഒരു ബ്ലാങ്കറ്റ് വേണം, അങ്ങനത്തെ അവസ്ഥയാണ് എടുത്തത്. അങ്ങനെ ബെഡ്റൂമിലേക്ക് പോകാത്തതുകൊണ്ട് ഫുള്ള് കച്ചറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്ലാങ്കറ്റെല്ലാം മടക്കി വെച്ച് റൂമിലത്തെ സാലെല്ലാം അപ്പുറം ഇപ്പുറം മാറ്റി വെച്ചിട്ട് ബെഡ്ഷീറ്റെല്ലാം ഒന്ന് കൊട്ടിപ്പിരിച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് വെച്ചിനവേ. അപ്പോൾ റൂമിലേക്ക് എത്തിയില്ലെങ്കിൽ ഈ പണിയൊന്നും നടക്കുന്നില്ല, അപ്പുറത്തെ പണിയെല്ലാം നടക്കുന്നില്ല. ഇതെല്ലാം ഒരുക്കിയിട്ട് പോയെങ്കിൽ കിച്ചണിലത്തെ പണിയൊന്നും നടക്കുന്നില്ല. ഇതാണ് എടുത്ത സ്ഥിരം അവസ്ഥ. അപ്പോൾ സ്കൂൾ മദ്രസയിലാകുമ്പോൾ നേരെ കിച്ചണിലേക്ക് തന്നെ ഫസ്റ്റ് പോലെ എല്ലാം കുറേ അയച്ചതിന് ശേഷമാണ് ഇങ്ങനത്തെ പണിയെല്ലാം എടുക്കൽ. കുറേ അയക്കാണ്ട് ഒരു പണിയും നടക്കലില്ല ഞങ്ങൾക്ക്. അങ്ങനെ ബെഡ്ഷീറ്റെല്ലാം നല്ല അടിപൊളിയായിട്ട് കൊട്ടിപ്പിരിച്ചിനവേ. അത് കഴിഞ്ഞിട്ട് ഞാൻ സിറ്റിംഗ് ഏരിയയിൽ ഫുള്ള് കച്ചറ ഉണ്ടായിരുന്നു. നീലാൻ്റെ കുറേ കല്ല് ക്ലിപ്പ് അങ്ങനത്തെ എല്ലാം കൊണ്ടുള്ള അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്തിട്ട് ക്ലീനാക്കി നിസ്കരിക്കുന്ന അതിനത് നേരെ മടക്കി വെച്ച് ഓൾ സുബി നിസ്കരിച്ചെങ്കിൽ നിസ്കരിക്കുന്ന അപ്പനെ കിടന്നിട്ട് ഉറങ്ങുന്നതാണ് ഓളെ അവസ്ഥ. അങ്ങനെ പതിനാടെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നേരെ മടക്കി വെച്ച് അങ്ങനെ സിറ്റിംഗ് ഏരിയയും അതും നല്ല പാല കൊട്ടി പിരിച്ചവേ. ഇതെല്ലാം പിരിച്ചിട്ടില്ലായിട്ട് അമ്മ റൂമിലേക്ക് വരാണ് നല്ലൊരു ചേല് വന്ന് പിന്നെ അടിച്ചിട്ട് തോർത്തുന്നോട്ടുണ്ടായിട്ട് അത്ര നല്ല ചേലായിട്ടുണ്ടായിരുന്നവേ. അങ്ങനെ അത് നല്ല അടിപൊളിയായിട്ട് പിരിച്ചിൻ്റെ വെള്ളം അടിപൊളിയായില്ല. ഇപ്പം എന്നെ കാണുമ്പോൾ നല്ല രസമല്ലേ. അതിനൊന്നും നല്ല പങ്ങനെ അടിച്ചിട്ട് തോർത്തണം. നിങ്ങൾ വിചാരിക്കേണ്ടവ എത്ര ദിവസമായി അടിക്കാലെന്ന്. ഡെയിലി അടിക്കലുണ്ടവേ. തോർത്തുന്ന മാത്രമേ 2 ദിവസത്തെ ഒരിക്കണേ ഉള്ളൂ. പക്ഷേ ഇനി എത്ര അടിച്ചെങ്കിലേ വീട് നീ കാട്ടെല്ലാം വരുന്നത് നല്ലാക്കി അറിയുക. ഡെയിലി അടിച്ചെങ്കിൽ അടിക്കാത്ത പോലെ എൻ്റെ പേരിൻ്റെ ഉള്ളത്തെ അവസ്ഥ ഉണ്ടല്ലേ എപ്പം നോക്കിയാലും. അങ്ങനത്തെയാണ് എൻ്റെ അവസ്ഥ. ഇത് ഈ പൊടി പറഞ്ഞത് വെച്ചെങ്കിൽ എനിക്കിപ്പോൾ ഈ വീഡിയോയിലാണ് ഈ പൊടി കണ്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ അടച്ച് കുറച്ച് ഉറുമ്പുണ്ടായിരുന്നു. അങ്ങനെ ഉറുമ്പിൻ്റെ പൊടി അതിലേക്ക് കിട്ടിയായിരുന്നു. അങ്ങനെ അടിക്കുമ്പോൾ പൊടി എനിക്ക് കണ്ടിട്ടുണ്ടായിട്ടാ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് എന്നെ പൊടി. അങ്ങനെ ഫുൾ എല്ലാ റൂമും കൊട്ടി അടിച്ചിട്ട് നല്ല പാലടിച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഇത് അടിച്ചിട്ടാകുമ്പോൾ നല്ല പാങ്ങായവ. തോർത്തുണ്ടായിട്ട് അത്ര നല്ല പാങ്ങായിട്ടുണ്ടായി. ഞാൻ അടിക്കാൻ തോർത്താനേക്ക് ഉണ്ടായിട്ട് കാരണം ഇന്നലെ തോർത്തി അടിച്ചത്രയാണ്. പക്ഷെ ഇന്നെന്തു കാട്ടുണ്ടായില്ല എന്ന് വിചാരിച്ച്. പിന്നെ ഉറുമ്പിൻ്റെ പൊടി ഇട്ടിട്ടാകുമ്പോൾ ഈ ഉറുമ്പിൻ്റെ പൊടി ഉണ്ടായിട്ട് അടിച്ചിട്ട് തോർത്താന്ന് വിചാരിച്ചതാണ്. അപ്പം അടിക്കാൻ പോകുമ്പോൾ എത്ര കാട്ടുണ്ടായി. ഏട് നീ കാട്ടം വരുന്നതെന്ന് അറിയാത്ത നിങ്ങളെ പോലെ എല്ലാം ഉണ്ടാകുക ഇങ്ങനെ അടിച്ചെങ്കും ഏടുന്നില്ലാത്ത കാട്ടം. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മളെടുത്ത അവസ്ഥ. അങ്ങനെ ഏകദേശം എല്ലാം അടിച്ചിട്ടാവാനായവേ. അടിച്ചിട്ടയച്ചെങ്കിൽ എല്ലാ മൂലയ്ക്ക് എത്തണമെങ്കിലേ എല്ലാം എടുത്തിട്ടാകുമ്പോൾ എനിക്ക് അടിക്കാനാണ് കൂടുതൽ പണി. തോർത്താൻ അത്ര പണിയില്ലവേ. അടിച്ചിട്ട് എല്ലായിടത്തുനിന്ന് അടിച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് കൂട്ടിയിട്ടാൻ മുന്നില്ലേ എനിക്ക് ഒരു മടിയാണ്. അങ്ങനെ അടിച്ചിട്ടെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ നല്ല ബെനിത്തിട്ടുണ്ടായി. അങ്ങനെ ഞാൻ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായ ഗ്രേപ്പ് എടുത്തിട്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ടേ നല്ല പങ്ങണ്ടായി അടിപൊളി ജ്യൂസ്. അങ്ങനെ ഒരു ഐസ് ക്യൂബ് ഇട്ടിട്ട് ഞാൻ കുടിച്ചിട്ടുണ്ടായിന്. അങ്ങനെയെല്ലാം കഴിഞ്ഞത് തോർത്തിറാൻ വെച്ചിട്ട് തോർത്താൻ വേണ്ടിയിട്ട് വന്നത്. 1.5 ടാസ്ക് ഇത് ക്ലീൻ ആക്കുന്നത്. ഈ ക്ലീൻ ആക്കിയിട്ടാകുമ്പോൾ നല്ല ചേലാണ്. ഈ വൈറ്റ് ടൈൽസിലല്ലേ ക്ലീൻ ആക്കിയിട്ടാകുമ്പോൾ എന്ത് നിലത്ത് ചവിട്ടാൻ വെച്ചിരുന്നില്ല അറിയുന്നില്ലേ ആ ഒരു അവസ്ഥക്കാണ്. അങ്ങനെ തോർത്തുന്ന മാത്രം പണിയില്ല. അതിൻ്റെ എടുക്കുന്നൊരു 100,000 പണി ഉണ്ടാവും. ഒരാടാടാട് ഓരോന്നോരോന്ന് വെച്ചിട്ടുണ്ടാവും. അതിനെടുത്തിട്ട് കൊടുക്കലും ഇതാണ് നമ്മളെ പണി. ഓരോന്നോരോന്നേ എടുത്തിട്ട് കൊണ്ടുവെക്കും. അതിനെ ഈ നെയ്ലാവനയാസും അതിനെടുത്തിട്ട് എതിർക്ക് തന്നെ കൊണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഓരോന്നോരോന്നേ തോണ്ടിക്കൊണ്ടും എടുത്തുകൊണ്ടും അടിച്ചുകൊണ്ടും തോർത്തിക്കൊണ്ടേ ഉണ്ടായി. തോർത്തുമ്പോൾ പിന്നെ ആരെയും നടക്കാൻ വയ്ക്കില്ല. അപ്പം തോർത്തുമ്പോൾ നടക്കുമ്പോൾ നമുക്ക് ചൊടി വരും. അങ്ങനെ ഞാൻ നെയിലാണ് വിളിച്ചിട്ട് നെയിലോട് പറഞ്ഞ് കച്ചമ്പറാക്കുന്നു. ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിന് ഉച്ചക്ക് നെയ്ച്ചോറ് വെക്കാലിട്ട് നെയ്യിലെ കച്ചമ്പർ റെഡിയാക്കിനവ കക്കരിക്ക കുക്കുംബർ ഇട്ടിട്ട്. അങ്ങനെ നെയ്ച്ചോറും അതിൻ്റെ ഇടയിൽ തന്നെ വെച്ചിനവ. എല്ലാം കഴിഞ്ഞിട്ട് ചോറ് വയ്ക്കാൻ നമുക്ക് വെച്ചൊക്കെ നടക്കില്ലല്ലോ. അങ്ങനെ മുന്നേ ആവട്ടിട്ട് അപ്പം അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് തോർത്തിട്ട് ഏകദേശം കഴിഞ്ഞവ. തോർത്തിട്ട് കഴിഞ്ഞിട്ട് ഞാൻ മാറ്റെല്ലാം ഇടണ്ടേ. അങ്ങനെ മാറ്റെല്ലാം ബാത്റൂമിൻ്റെയും കിച്ചണിൻ്റെ എല്ലാം മാറ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ മാറ്റും കൊണ്ടുവന്നിട്ട് മാറ്റിയിട്ടിട്ടിനവ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചിട്ട് വന്ന് കുളിച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ്. കുളിച്ച് നിസ്കരിച്ച് കുറച്ച് റെസ്റ്റ് എടുക്കാൻ വെച്ച്. അല്ലാണ്ട് പിന്നെ അടിയുടെ ഇരുന്നങ്ങൻ്റെ പണിയൊന്നും നടക്കില്ലായിട്ട് കുളിച്ച് നിസ്കരിച്ചിട്ട് ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തിനവ. കുറച്ച് റെസ്റ്റ് മീൻസ് എനിക്ക് കുറച്ച് പാസ്പോർട്ടിൻ്റെ പണിയെല്ലാം ഉണ്ടായിരുന്നു. എല്ലാം പെൻഡിങ് ഉള്ളത് ക്ലിയർ ആക്കാനും എഴുതാനും പിടിക്കാനും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ കുളിച്ചിട്ട് നിസ്കരിച്ചിട്ട് കുറച്ച് കിടന്നതിന് ശേഷം ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിനവ. പാസ്പോർട്ടിൻ്റെ പണി കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം അല്ലെങ്കിൽ ബെനയായി. അങ്ങനെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഉമ്മാവും പിള്ളേരും പല വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ഉമ്മാവും ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ്.
നെയ്ച്ചോറും കച്ചമ്പറും ഉപ്പേരി പറഞ്ഞ അച്ചാർ അതും കൂടിയിട്ട് ഞങ്ങൾ ചോറ് കഴിച്ചവ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചൂടോട് ചോറ് കഴിക്കാൻ നല്ല പാങ്ങവ നെയ്ച്ചോറ്. അങ്ങനെ അത് ഞങ്ങൾ വെച്ചതിന് ശേഷം ഞാൻ പാസ്പോർട്ടിൻ്റെ കുറേ എല്ലാ പെൻഡിങ്ങുള്ള രീതിയിൽ അങ്ങനെ പിന്നെ എനിക്ക് പണി കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബായ്.